സച്ചിയുടെയും രേവതിയുടെയും വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചന്ദ്രമതി തന്റെ വീട്ടുകാരെ അപമാനിച്ചതൊക്കെ ഓർത്ത് രാത്രി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും രേവതി. ആ സമയമാണ് സച്ചി ജോലി കഴിഞ്ഞ് തിരിച്ചെത്തുന്നത്. രേവതി, എനിക്ക് നാളെ കുറച്ച് നേരത്തെ പോകണം കേട്ടോ, ഒരു ട്രിപ്പ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു കൊണ്ടുവരുന്ന സച്ചി ഇവളെന്താ ഒന്നും മിണ്ടാത്തതെന്ന് കരുതി തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും രേവതി കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണുന്നത്. എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് സച്ചി. ഒന്നുമില്ലെന്നും പറഞ്ഞ് രേവതി കണ്ണുനീര് തുടക്കുമ്പോ ഒന്നുമില്ലാഞ്ഞിട്ടാണോ നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? അമ്മ വീണ്ടും നിന്നെ എന്തെങ്കിലും പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുമ്പോ അമ്മ ഇനി എന്ത് പറയാനാ, പറയാനുള്ളിടത്തോളം അമ്മ പറഞ്ഞു കഴിഞ്ഞില്ലേ. കാരണം എന്റെ കുടുംബത്തിന് ഇവിടെ വന്ന് തല കുനിച്ച് നിൽക്കേണ്ടി വന്നില്ലേ സച്ചിയേട്ടാ? അമ്മ എന്തെല്ലാം പറഞ്ഞാണ് അമ്മയെ അപമാനിച്ചത്, ഞാൻ അതെങ്ങനെ സഹിക്കുമെന്നൊക്കെ പറഞ്ഞു വീണ്ടും കരയുക തന്നെയാണ് രേവതി. ഇനിയും അതൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുകയാണോ രേവതി? അതെല്ലാം കഴിഞ്ഞു പോയില്ലേ. അമ്മയുടെ വാ അടച്ചു പൂട്ടാൻ ആരെ കൊണ്ടും സാധിക്കില്ല. ശരത്ത് നിരപരാധിയാണെന്നും സുധിയാണ് പണമെല്ലാം മോഷ്ടിച്ചതെന്നും എല്ലാവർക്കും മനസ്സിലായല്ലോ. പിന്നെന്തിനാ നീ ഇനി അതൊക്കെ ഓർത്ത് വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോ എന്നാലും സച്ചിയേട്ടാ ഇതുപോലൊരു കുറ്റം അവന്റെ മേലെ വന്നില്ലേ? ഞങ്ങൾ പാവപ്പെട്ടവർ ആയതുകൊണ്ട് ആർക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞ് ഞങ്ങളെ തട്ടിക്കളിക്കാമല്ലോ ഒക്കെ പറഞ്ഞ് രേവതി ഇങ്ങനെ വീണ്ടും വിഷമിക്കുമ്പോ എന്തൊക്കെയാ രേവതി നീ പറയുന്നത്? ഇവിടെയുള്ള ബാക്കിയുള്ളവരൊക്കെ പിന്നെ വലിയ സമ്പന്ന കുടുംബത്തിൽ നിന്നും വന്നവരാണോ? വീട് അമ്മയുടെ പേരിൽ ആയതിന്റെ അഹങ്കാരമാണ് അമ്മയ്ക്ക്. ഇവിടെയുള്ള ബാക്കിയുള്ളവരൊക്കെ പണക്കാരാണോ? ഞാൻ പോലും വെറും ഒരു ഡ്രൈവർ അല്ലേ? എന്നിട്ടും നീ എന്തിനാ രേവതി വെറുതെ നിന്റെ കുടുംബത്തിനെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്നതെന്നല്ല പറഞ്ഞു കൊടുക്കുന്നുണ്ട് സച്ചി. അതല്ല സച്ചിയേട്ടാ, ഇന്ന് ശരത്തിന്റെ സ്ഥാനത്ത് ശ്രുതിയുടെ അനിയനോ മറ്റോ ആയിരുന്നെങ്കിൽ അമ്മ അങ്ങനെ പറയാൻ പോയിട്ട് ആലോചിക്കുക പോലും ഇല്ലായിരുന്നു. അവള് വലിയ പണക്കാരിയല്ലേ, മലേഷ്യൻ കുടുംബം, അതിന്റെ മര്യാദ എന്തായാലും അമ്മ കൊടുക്കുമല്ലോ എന്നൊക്കെ ഇങ്ങനെ രേവതി പറയുമ്പോ പിന്നെ ഒരു മലേഷ്യൻ മദാമ വന്നിരിക്കുന്നു, അതൊക്കെ അവൾ പറയുന്നതല്ലേ രേവതി? അതൊക്കെ സത്യമാണോ എന്ന് ആർക്കറിയാം? കല്യാണം കഴിഞ്ഞ് ഇത്ര നാളായിട്ടും അവളുടെ അച്ഛൻ എന്ന് പറയുന്ന ആ മലേഷ്യക്കാരൻ നമ്മുടെ അച്ഛനെയോ അമ്മയെയോ ഒന്ന് വിളിച്ചിട്ടുണ്ടോ? അതിൽ തന്നെ ഒരു കള്ളത്തരം മണക്കുന്നില്ലേ? കാലമായി ഒരു മലേഷ്യയുടെ കഥ കേൾക്കാൻ തുടങ്ങിയിട്ട് അവൾ ആരായാലും നമുക്കെന്താ രേവതി? നീ അതോർത്ത് ഇങ്ങനെ വിഷമിക്കാതിരിക്കുന്നു വീണ്ടും പറയുന്നുണ്ട് സച്ചി. എന്നാലും സച്ചിയേട്ടാ അവളുടെ നടപ്പും ഭാവവും ഒക്കെ അതുപോലെയല്ലേ? ഞാൻ വെറും ഒരു പൂ കെട്ടുന്ന പൂക്കാരി, എന്റെ അച്ഛൻ വെറും ഒരു കരിമ്പ് ജ്യൂസ് കടക്കാരനായിരുന്നു. അങ്ങനെയുള്ള ഞങ്ങൾക്ക് ഇത്രയല്ലേ മര്യാദ കിട്ടൂ? അമ്മ എന്തൊക്കെയാ എന്റെ അമ്മയെ പറഞ്ഞത്? അമ്മ ഇവരുടെ മുമ്പിൽ തല കുനിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് എത്രമാത്രം വിഷമം വന്നെന്നറിയോ? പുറത്തു നിന്നുള്ളവർ ആരെങ്കിലുമാണ് എന്റെ അമ്മയോട് ഇങ്ങനെയൊക്കെ പറഞ്ഞതെങ്കിൽ ഞാൻ നല്ല മറുപടി തന്നെ തിരിച്ചു കൊടുത്തേനെ. പക്ഷേ എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ലല്ലോ സച്ചിയേട്ടാ, പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് രേവതി ഇങ്ങനെ വീണ്ടും സങ്കടപ്പെടുമ്പോ പറയാൻ പറ്റില്ലെന്ന് ആര് പറഞ്ഞു രേവതി? അമ്മ പറഞ്ഞ അതേ രീതിയിൽ തന്നെ അവർക്ക് തിരിച്ചു കൊടുക്കണമായിരുന്നു. അതപ്പോൾ ചെയ്യാതെ ഇപ്പൊ കരഞ്ഞോണ്ടിരുന്നിട്ട് എന്താ കാര്യമെന്നൊക്കെ സച്ചി പറയുമ്പോ എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നാ സച്ചിയേട്ടൻ നീ പറയുന്നത്? കള്ളക്കൂട്ടങ്ങളാണെന്നും പറഞ്ഞ് ഞങ്ങളുടെ കുടുംബത്തെ ഒന്നാകെ അപമാനിച്ചില്ലേ? കാല് വെയ്യാഞ്ഞിട്ടും ആ കാല് കൊണ്ട് വൈകുന്നേരം വരെ നിന്ന് പൂമാല വിറ്റിട്ടാണ് അമ്മ ചിലവിനുള്ള ക്യാഷ് കണ്ടെത്തുന്നത്. അങ്ങനെയുള്ള അമ്മയെയാണ് കള്ളന്റെ കുടുംബം എന്നൊക്കെ പറഞ്ഞ് അപമാനിച്ചത്. അമ്മ അതെങ്ങനെ സഹിക്കും സച്ചിയേട്ടാന്നൊക്കെ പറഞ്ഞു വീണ്ടും കരയാണ് രേവതി. എനിക്ക് മനസ്സിലാകും രേവതി നിന്റെ വിഷമം, കഷ്ടമായി പോയി, അമ്മ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയി. എന്തായാലും സത്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ. അമ്മയ്ക്ക് ഞാൻ നല്ല മറുപടി തന്നെ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. നീ തൽക്കാലം അതോർത്ത് ആശ്വസിക്കേ എന്നെല്ലാം പറഞ്ഞ് സച്ചി അവളങ്ങനെ ആശ്വസിപ്പിക്കുമ്പോ എനിക്ക് അമ്മയെ കുറിച്ച് ഓർത്താണ് സങ്കടം എന്നൊക്കെ രേവതി വീണ്ടും പറയുമ്പോ എന്തിനാ ഇനിയും സങ്കടപ്പെടുന്നത്? അമ്മ അച്ഛനോടൊക്കെ സംസാരിച്ച് നല്ല രീതിയിലല്ലേ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്? അത് മാത്രമല്ല അമ്മയെ കൊണ്ട് നിന്റെ കുടുംബത്തോട് മുഴുവൻ മാപ്പ് പറയിപ്പിച്ചിട്ടല്ലേ അച്ഛൻ ഇവിടെ നിന്ന് വിട്ടത്. അപ്പൊ അവരുടെ സങ്കടമൊക്കെ പോയി കാണുമെന്നൊക്കെ പറയുന്ന സച്ചിയോട് അങ്ങനെയല്ല സച്ചിയേട്ടാ, അമ്മയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ. എനിക്ക് നന്നായിട്ട് അറിയാം എന്റെ അമ്മയെ. അമ്മ ഇത് തന്നെ ആലോചിച്ച് നേരം വെളുക്കുവോളം ഉറങ്ങാതിരിക്കും, മനസ്സ് വിഷമിപ്പിച്ച് എന്തെങ്കിലും അസുഖം വരുത്തി വെക്കും. അതോർത്താണ് എന്റെ പേടി എന്നൊക്കെ പറയുമ്പോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല രേവതി, അവിടെ ദേവു ഉണ്ടല്ലോ, അവൾ നോക്കിക്കൊള്ളും, നീ ഒന്ന് സമാധാനിക്കെന്ന് പറയുന്നുണ്ട് സച്ചി. രേവതിയാണെങ്കിൽ വീണ്ടും പറയുന്നത് ഒരു തവണ കള്ളന്റെ കുടുംബം എന്നുള്ള പേര് വീണാൽ വീണ്ടും എപ്പോൾ വേണമെങ്കിലും എന്റെ കുടുംബത്തിന്റെ മേൽ ആ പേര് വീഴാം. നമ്മുടെ മനസ്സിൽ നിന്ന് ഇന്നത്തെ സംഭവങ്ങൾ അത്ര പെട്ടെന്നൊന്നും മാഞ്ഞു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്നൊക്കെ പറയുന്നുണ്ട് രേവതി. നീ വീണ്ടും വീണ്ടും അത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ അക്കാര്യം വിട്ടുകളാ. എന്റെ അമ്മയെ കുറിച്ച് നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ. അവർ പറയുന്നതൊക്കെ ഒരു വിഷയമാക്കി എടുത്താൽ അതിനെ നേരം കാണൂ. തൽക്കാലം ഈ കരച്ചിലൊന്ന് നിർത്തിയ കണ്ണും മുഖവും ഒക്കെ ഒന്ന് തുടക്കെന്നൊക്കെ സച്ചി പറയുന്നുണ്ടെങ്കിലും രേവതി കരഞ്ഞുകൊണ്ടിരിക്കുക തന്നെയായിരിക്കും. ഞാൻ എത്ര സമാധാനിപ്പിച്ചിട്ടും അവളുടെ കരച്ചിൽ അടങ്ങുന്നില്ലെന്ന് കാണുന്നതും സച്ചിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. എന്നോട് ഞാൻ പറഞ്ഞതൊന്ന് അനുസരിച്ചൂടെ രേവതി? ഈ കരച്ചിലൊന്ന് നിർത്തി ആ കണ്ണൊക്കെ തുടക്കെന്നും പറഞ്ഞ് സച്ചി ശബ്ദമുയർത്തുമ്പോ വേഗം തന്നെ കരച്ചിൽ നിർത്തി കണ്ണൊക്കെ തുടക്കുന്നുണ്ട്. അത് കാണുന്നതും സച്ചി ഒരു ചെറു ചിരിയോടെ വാട്ടർ ബോട്ടിലെടുത്ത് ഇന്ന് വെള്ളം കുടിക്കെന്നും പറഞ്ഞുകൊണ്ട് രേവതിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന രേവതിയോടായിട്ട് സച്ചി വീണ്ടും പറയുന്നത് നോക്ക് രേവതി, ഹാരി എന്തൊക്കെ പറഞ്ഞാലും വെറുതെ കരയാൻ വേണ്ടി മാത്രം നിൽക്കരുത്. അച്ഛമ്മ എപ്പോഴും പറയാറുണ്ട് നമ്മൾ എന്ത് തന്നെ വന്നാലും സത്യം മാത്രം പറയണമെന്ന്, അത് നമ്മളെ ഏത് പ്രശ്നങ്ങളിൽ നിന്നും രക്ഷിക്കുമെന്ന്. ഇവിടെ ഇന്ന് നടന്നതും അത് തന്നെയാ. ശരത്തിന്റെ മേൽ ഒരു തെറ്റുമില്ല, അവൻ നല്ലവനായതുകൊണ്ടാണ് സത്യം എല്ലാവർക്കും ബോധ്യപ്പെട്ടത്.
എന്നല്ലങ്ങനെ സച്ചി പറയുന്നത് കേൾക്കുമ്പോൾ രേവതി അവനെ തന്നെ ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അവളുടെ നോട്ടം കാണുന്ന സച്ചി, എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ പറഞ്ഞത് സത്യമല്ലേ? നല്ലത് ചെയ്താൽ നല്ലത് തന്നെയാ നടക്കുക. അതാണ് സത്യം. അമ്മ ചിലപ്പോൾ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞെന്നിരിക്കും. ദിവസവും പൂ കെട്ടുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ അത് സച്ചി ഏട്ടനെ അറിയില്ലേ, പിന്നെന്തിനാ ചോദിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഞാൻ ചോദിച്ചതിന് മാത്രം മറുപടി പറ രേവതി എന്നൊക്കെ പറയുമ്പോ ഉണ്ടെന്ന് പറയുന്നതും, എങ്കിൽ നീ കെട്ടുന്ന പൂവിനെല്ലാം ഒരേപോലത്തെ കളറാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെങ്ങനെ ഒരുപോലത്തെ കളറാകും സച്ചിയേട്ടാ? ഓരോ പൂവിനും പേര് പോലെ പല പല കളറുകളല്ലേ എന്ന് പറയുന്നുണ്ട്. റോസ് പോലും പലതരം കളറുകളിലുണ്ടെന്നൊക്കെ പറഞ്ഞ് രേവതി പൂക്കളെ കുറിച്ച് വാ തോരാതെ സംസാരിക്കാൻ തുടങ്ങുന്നതും മതി മതി, ഇനിയിപ്പോ പൂക്കളെ കുറിച്ചുള്ള നിന്റെ ഒരു പ്രസംഗം കൂടി കേൾക്കാൻ വയ്യ എനിക്ക്. ഞാനിപ്പോ എന്താ പറയാൻ വന്നതെന്നൊക്കെ ചിന്തിച്ച് നിൽക്കുന്നുണ്ട് സച്ചി കുറച്ചു നേരം. ഇപ്പൊ പിടികിട്ടി. അങ്ങനെ പൂക്കൾ പോലും പല കളറുകളിലും ആയിരിക്കുമ്പോ മനുഷ്യരുടെ മനസ്സ് ഒരുപോലെ ആയിരിക്കുമോ? എല്ലാ മനുഷ്യരും ഒരുപോലെ ആയിരിക്കില്ല രേവതി. എന്റെ അമ്മയെ പോലെയും ചിലരുണ്ടാകും. അതുകൊണ്ട് അതൊന്നും നീ കാര്യമാക്കി എടുക്കേണ്ട രേവതി എന്നൊക്കെ പറയുമ്പോ അതൊക്കെ എനിക്കറിയാം സച്ചിയേട്ടാ. എങ്കിലും നാളെ ഒരിക്കൽ അമ്മ വീണ്ടും ഇങ്ങോട്ട് വരേണ്ടി വരില്ലേ? രത്തും ദേവും ഒക്കെ ഇനിയും ഇങ്ങോട്ട് വരാൻ ഭയപ്പെടില്ലേ എന്നൊക്കെ പറയുമ്പോ എന്തിനു ഭയപ്പെടണം? അമ്മയെ കുറിച്ച് ഓർത്ത് അവരോട് ഇങ്ങോട്ട് വരാതിരിക്കരുതെന്ന് പ്രത്യേകം പറയണം. നമ്മുടെ വീടാണ്, അവർക്ക് ഇങ്ങോട്ട് വരാനുള്ള എല്ലാ അവകാശവും ഉണ്ടെന്നൊക്കെ സച്ചി പറയുമ്പോ അതല്ല, ഇങ്ങനെ ഒരു കുറ്റം അവരുടെ മേൽ ചാർത്തി കൊടുത്തില്ലേ? ഇങ്ങനെയാകുമ്പോൾ ഇനിയും അവരെങ്ങനെ ഇങ്ങോട്ട് വരുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് രേവതി. എന്താ അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്തത്? ഇവിടെ അവരുടെ ചേച്ചിയായ നീയില്ലേ, ഞാനില്ലേ? എന്റെ അമ്മയും ശരത്തും ദേവും ഒക്കെ ഇപ്പൊ എന്റെയും കൂടി സ്വന്തമാണ്. ഞാൻ അവരുടെ സ്വന്തം ഏട്ടനാണ്. ഇതൊന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ല രേവതി. അവരിങ്ങോട്ട് വരാൻ പേടിക്കുമെന്ന് എന്തിന്റെ പേരിൽ നീ പറഞ്ഞതാണെങ്കിലും ഞാൻ അതിനോട് യോജിക്കുന്നില്ല. എന്റെ വീട്ടിൽ ചുവരിൽ ഇരിക്കുന്നില്ലേ ഒരാള്, നിന്റെ അച്ഛൻ, എന്റെ അമ്മാവൻ. അതൊന്നും ആരെ കൊണ്ടും മാറ്റാൻ സാധിക്കില്ല. അമ്മ എത്രയൊക്കെ കുറ്റപ്പെടുത്തിയാലും അതൊന്നും മാറാൻ പോകുന്നില്ല. നമ്മൾ ഇവിടെ ഉള്ളിടത്തോളം കാലം അവരിങ്ങോട്ടും നമ്മൾ അങ്ങോട്ടും പോയിരിക്കുമെന്നൊക്കെ സച്ചി പറയുമ്പോ നിറ കണ്ണുകളോടെ ഓടി വന്ന് അവനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് രേവതി. എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് രേവതി വീണ്ടും കരയുന്നത് കാണുമ്പോ വീണ്ടും കരയുക തന്നെയാണോ? ഒറ്റ വീക്കങ്ങ് വെച്ച് തന്നാലുണ്ടല്ലോ, അതിന് മാത്രം ഞാൻ എന്താ ഇപ്പൊ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുമ്പോ ഞാനിപ്പോൾ കരയുന്നുണ്ടെങ്കിൽ അത് സന്തോഷം കൊണ്ടാണ് സച്ചിയേട്ടാ. സച്ചിയേട്ടൻ എന്നെ ഇത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനെ വീണ്ടും കെട്ടിപ്പിടിക്കുകയാണ്. തുടർന്ന് സച്ചിയുടെ ഷർട്ടിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവന്റെ കവിളിൽ അമർത്തി ചുംബിക്കണതും കണ്ണ് തള്ളി പോകുന്നുണ്ട് സച്ചിയുടെ. സച്ചിയെ ചുംബിച്ചുകൊണ്ട് രേവതി പിന്തിരിയാൻ തുടങ്ങുന്നതും അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തിക്കൊണ്ട് അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് സച്ചി. അല്പനേരം സ്വയം മറന്ന് അവളുടെ കണ്ണുകളിലേക്ക് തന്നെ ഉറ്റുനോക്കി നിന്നതിന് ശേഷം അവളെയും തിരികെ കെട്ടിപ്പുണരുന്നുണ്ട് സച്ചി. ചന്ദ്രമതി എത്രയൊക്കെ രേവതിയെയും സച്ചിയെയും തകർക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവർ കൂടുതൽ കൂടുതൽ അടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നീട് ചന്ദ്രമതി സുധിയെയും വിളിച്ചുകൊണ്ട് നേരെ തന്റെ റൂമിൽ പോയി വാതിലടക്കുകയാണ്. തുടർന്ന് എന്തിനാണ് നീ ഇത് ചെയ്തത്? എന്തിനാണ് എന്റെ പണം മോഷ്ടിച്ചതെന്നും ചോദിച്ച് അവനെ തലങ്ങും വിലങ്ങും അടിക്കുന്നുണ്ട്. അറിയടാ, നീ എന്തിനാ ആ പണം മോഷ്ടിച്ചത്? അത് എടുത്തോണ്ട് പോയിട്ടും അക്കാര്യം എന്നോടൊന്ന് പറയാൻ പോലും നിനക്ക് തോന്നിയോ? നീ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഞാൻ ഇത്രയും നാണം കെടുമായിരുന്നോ എന്നൊക്കെ ചോദിച്ച് തന്റെ ദേഷ്യം തീരുവോളം അവനെ തലങ്ങും വിലങ്ങും അടിക്കുന്നുണ്ട് ചന്ദ്രമതി. ഒടുവിൽ ചന്ദ്ര അവിടെ തളർന്നിരിക്കുന്നതും സോറി അമ്മേ, എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. ഹണിമൂണിന് പോകാൻ ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞപ്പോൾ വേറെ വഴിയില്ലാതെ ഞാൻ ചെയ്തു പോയതാ. ഷോറൂം ഓണറുടെ അരികിൽ ചെന്ന് ഇത്രയും നാളും ജോലി ചെയ്തതിന്റെ കൂലി ചോദിച്ചിട്ട് പോലും അയാൾ അത് തന്നില്ല. എനിക്ക് ജോലി ഇല്ലെന്നും ടിക്കറ്റ് എടുക്കാൻ എന്റെ കയ്യിൽ പണമില്ലെന്നും ശ്രുതിയോട് പറയാൻ പറ്റുമോ? വേണ്ടിയിട്ടാണ് അമ്മേ ഞാൻ ആ പണം എടുത്തത്. അമ്മ എന്നോട് ക്ഷമിക്കേ, സോറി എന്നൊക്കെ പറയുമ്പോ സുധി, നീ എന്നോട് ആ പണം ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ അത് സന്തോഷത്തോടെ എടുത്തു തന്നേനെ. ഇപ്പൊ എന്താ സംഭവിച്ചത്? ആ കള്ളന്റെ കുടുംബത്തിന് മുമ്പിൽ തല കുനിച്ച് നിൽക്കേണ്ടി വന്നില്ലേ എനിക്ക്? നിന്റെ അച്ഛൻ എന്നെ കൊണ്ട് അവരോട് മാപ്പ് പറയിപ്പിച്ചില്ലേ? അവർക്ക് മുമ്പിൽ എന്റെ തൊലി ഉരിഞ്ഞു പോയില്ലേടാ എന്നൊക്കെ പറയുമ്പോ ഞാൻ ഇക്കാര്യം അമ്മയോട് പറയണമെന്ന് കരുതിയതായിരുന്നു. അപ്പോഴേക്കും പണം കാണാനില്ലെന്നും പറഞ്ഞ് അമ്മ വെറുതെ പ്രശ്നമുണ്ടാക്കിയില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് സുധി. എടാ, നമ്മുടെ വീട്ടിലിരിക്കുന്ന പണം നിനക്ക് കട്ടോണ്ട് പോകേണ്ട ആവശ്യമെന്താ? അതും എന്റെ കയ്യിലുള്ളത്. ഞാൻ അപ്പോൾ ഒരു നുണ പറഞ്ഞ് നിന്നെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ സച്ചി എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നിന്നെ അടിച്ചു കൊന്നേനെ. ശ്രുതിക്ക് മുമ്പിൽ നിന്റെ മാനവും മര്യാദയും എല്ലാം നഷ്ടപ്പെട്ടു പോയേനെ. അവൾ നിന്നെ എത്രമാത്രം വിശ്വസിക്കുന്നുണ്ട്. വെറും ഒറ്റ നിമിഷം കൊണ്ട് നഷ്ടപ്പെടുമായിരുന്നു. നീ അതൊന്നും ചിന്തിക്കാതെയാണല്ലോ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തു വെച്ചിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോ ഓറിയമ്മേ, ഇത്തവണത്തേക്ക് അമ്മ എന്നോടൊന്ന് ക്ഷമിച്ചേക്ക്. ഇനി ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് പറയുന്നുണ്ട് സുധി. സമയം സുധിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചന്ദ്ര പറയുന്നത് എന്റെ അഭിമാനമാണ് നീ എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നവളാണ് ഞാൻ. നീ തന്നെ കാരണം. ഇനി ഒരിക്കലും അമ്മയ്ക്ക് ആരുടെ മുമ്പിലും തല കുനിച്ച് നിൽക്കേണ്ടി വരരുത്. ഈ ജോലി നഷ്ടപ്പെട്ട കാര്യം ശ്രുതി അറിയുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും മറ്റൊരു ജോലി കണ്ടെത്താൻ നോക്ക്. ജോലി കിട്ടിക്കഴിഞ്ഞാൽ മോന്റെ എല്ലാ പ്രശ്നവും തീരും. മോൻ സമാധാനമായിട്ടിരിക്കെന്നും പറഞ്ഞുകൊണ്ട് സുധിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് ചന്ദ്ര. അമ്മേ, എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ മറ്റൊരു ജോലി നോക്കിക്കൊള്ളാമെന്നും പറഞ്ഞുകൊണ്ട് സുധി അവിടെ നിന്ന് എണീറ്റ് പോകുമ്പോ അവൻ പോയ വഴിയെ നോക്കി വിഷമത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ് അവര്.